ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ വെറും ഒരു പാൽക്കുപ്പി ദുരന്തമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസേലിനെ കുറ്റം പറയാനോ ജിസേലിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ അതിനെക്കുറിച്ച് വാ തുറക്കാനോ ഉള്ള ധൈര്യം നമ്മുടെ ആര്യന് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ആര്യനെ അനുമോള് ചോദ്യം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാം നല്ലതാണ് പോനെ എന്ന് വെച്ച് ഫ്രണ്ട്സ് കള്ളത്തരം കാണിക്കുമ്പോൾ കൂട്ടുനിൽക്കാനൊന്നും പാടില്ല എന്ന് അനുമോള് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ ചെയ്യാറില്ലേ, നീ ഇവിടെ എല്ലാം ചെയ്യാറുണ്ടല്ലോ, നീ ചപ്പാത്തി മോഷ്ടിച്ച് കഴിച്ചില്ലേ എന്ന് ആര്യൻ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതോടെ അനുമോളുടെ സ്വഭാവം അങ്ങോട്ട് മാറുന്നുണ്ട്. നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അനുമോള് ദേഷ്യപ്പെടുന്നുണ്ട്. ആര്യനും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല, അങ്ങ് ചാർജ് ചെയ്ത് കയറാണ്. ഉഡായിപ്പിന്റെ മോനെന്ന് അനുമോള് ആര്യനെ വിളിക്കുന്നു. ഉഡായിപ്പിന്റെ മാമനാണ് നീ എന്ന് ആര്യൻ അനുമോളെ വിളിക്കുന്നു. ഉഡായിപ്പിന്റെ അച്ഛനാണ് നീ എന്നും ആര്യൻ എന്നിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട്. ജിസേൽ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് നീയാണ്, അത് നീ ചെയ്യുന്നില്ല എന്ന് ആര്യൻ്റെ അടുത്ത് അനുമോള് പറയുന്നുണ്ട്. ഉടനെ ആര്യൻ ആ ഒരു ചാപ്റ്റർ മാറ്റാൻ ശ്രമിച്ചേ. അതായത് ഇന്നലെ 19 പേര് വിങ്സ് ഇടാനുള്ളപ്പോൾ അനീഷ് മാത്രം വിങ്സ് ഇട്ടില്ല. അപ്പോൾ അനുമോൾ എടാ നീ വിങ്സിൻ്റെ കാര്യം വിട്, നീ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറ, കോഫിയുടെ കാര്യം പറടാന്ന് പറഞ്ഞിട്ട് അനുമോൾ പെട്ടെന്ന് തന്നെ കയറി ഇടപെടുന്നുണ്ട്. എന്നിട്ട് കോഫിയുടെ കാര്യം സംസാരിക്കണം. അപ്പോൾ ആര്യൻ കോഫിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അനുമോളെ കോഫിയുടെ കാര്യം നീ പറഞ്ഞോ, എന്ത് പണിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ആര്യനായിട്ട് കളിയാക്കുന്നു ആ സമയത്ത്. അതായത് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഇതൊക്കെയാണ് അവസ്ഥ. അതായത് ആര്യനും ജിസേലും ഒറ്റക്കെട്ടാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആര്യനും ജിസേലും ഉള്ളൊരു ഗ്രൂപ്പാണ്. അവിടെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പലരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ധൈര്യത്തോടെ വരുന്ന ഒന്നിനെയും ഞാൻ കാണുന്നില്ല. ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളൊരു കാര്യം പറഞ്ഞില്ലേ, ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചത്, അതിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തികളാണ് അവിടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല, വേറെ മൊണ്ണകളായിട്ടുള്ള കുറേ എണ്ണം. സത്യം അനുമോള് പറഞ്ഞൊക്കെ സത്യമാണെന്നാണ് തോന്നുന്നത്. അമ്മാതിരി കുറേ പടുവാഴകൾ അതിനകത്തുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.